ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിലാണ്. അങ്ങ് ദൂരെ കാണുന്ന ഒരു ഉയരം കൂടിയ ബിൽഡിംഗാണ് TV ടവർ. ജർമ്മനിയിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗാണ്. യൂറോപ്പിലെ 3-ാം സ്ഥാനമാണ് ഈ ഒരു ബിൽഡിങ്ങിനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കല്ല പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് കാണാനാണ്. എല്ലാ വർഷവും ജർമ്മനിയിൽ നടക്കുന്ന ഒരു ആഘോഷമാണിത് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഞാൻ ബിന്ദു അജയകുമാർ. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ജനകീയവുമായ ഒരു ഈവൻ്റാണ്. 2005 ആദ്യമായിട്ട് ഇങ്ങനൊരു ഈവൻ്റ് ജർമ്മനിയിൽ ആരംഭിച്ചത്. 2023 ആയപ്പോഴത്തേക്കും 19ാമത്തെ ഫെസ്റ്റിവലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണിത്. അപ്പോൾ 2023 ഒക്ടോബർ 6 മുതൽ ഒക്ടോബർ 15 വരെ, അതായത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്തെത്തുമ്പോഴേക്കും ഈ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ബെർലിനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിയിൽ നമുക്ക് പല രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ കാണാം. അതായത് ആ ബിൽഡിങ്ങിലാണ് ആ രാജ്യത്തിൻ്റെ എംബസി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പല രാജ്യങ്ങളുടെയും കാണാം. പക്ഷേ നമ്മളീ പോകുന്ന വഴി ഇന്ത്യയുടെ എംബസി ഞാൻ ഇവിടെയൊന്നും കണ്ടില്ല. അത് മറ്റൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് നടന്നു പോകുന്നതിന് വേണ്ടി കാൽനട യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ പോകുന്ന വഴിയിൽ ഇതാ നമുക്കിവിടെ ഒരു ഫോട്ടോ പ്രദർശനം കാണാം. അത് മറ്റൊന്നുമല്ല, റഷ്യ യുക്രൈനെതിരെ നടത്തുന്ന യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു ഫോട്ടോ പ്രദർശനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതവിടെ എഴുതി വച്ചിട്ടുണ്ട്, വാർ ഇൻ യുക്രൈന്, സ്റ്റോപ്പ് ടെറർ റഷ്യ. അപ്പോൾ ഈ ഒരു റഷ്യയുടെ എംബസിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈ ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ ഫോട്ടോ പ്രദർശനത്തിലൂടെ നമുക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ തീവ്രത എത്രയാണെന്നുള്ളത് ഈ ഒരു ഫോട്ടോ പ്രദർശനം വഴി അവർ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഏറ്റവും സങ്കടവും ദയനീയവുമായൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളുടെ ഏകദേശം 555 കുട്ടികളുടെ ഇവരുടെ കണക്ക് പ്രകാരം മരിച്ചിട്ടുണ്ട് ഇതുവരെ. അതിനോടൊപ്പം തന്നെ മുറിവുകൾ പറ്റിയിട്ടുള്ളതും അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ള മറ്റൊരുപാട് കുട്ടികൾ. വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഈ ഒരു ഫോട്ടോ പ്രദർശനത്തിലൂടെ നമുക്കിവിടെ കാണാൻ പറ്റിയത് കേട്ടോ. യുദ്ധങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല, സിറ്റിയിലെ വിവിധങ്ങളായ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്ങുകളിലാണ് ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടെന്നറിയാവോ? ഈ ഗൂഗിളിൽ തന്നെ ജർമ്മനി എന്ന് അടിക്കുമ്പോൾ ആദ്യം വരുന്നത് ചിലപ്പോൾ ഈ ഒരു ഫോട്ടോ ആയിരിക്കാം. മറ്റൊന്നുമല്ല, ബ്രാൻഡൻബുർഗർ ഗേറ്റ്. അപ്പം ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ലൈറ്റ് കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ മറ്റു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം, അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ ഫുട്പാത്തിൽ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാം, കുടിക്കാം. ഒന്നല്ല കേട്ടോ, ഒന്നിലധികം ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 7 മണിയായി വരുന്നതല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ നല്ല തിരക്കാവും. ഇവിടെ ഒരു സുന്ദരിയുടെ ഫോട്ടോ കാണുന്നുണ്ടോ? ഈ സുന്ദരി ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റാണ്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങാണ് ജർമ്മനിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണിത്. ഹോട്ടൽ ആഡ്ലോൺ. രാഷ്ട്രത്തലവന്മാരൊക്കെ വരുമ്പോൾ ഇവിടെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. വളരെ വലിയൊരു ഹോട്ടലാണ്. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും, ഹോട്ടൽ ആഡ്ലോൺ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബ്രിട്ടൻ്റെ എംബസിയും നിങ്ങൾക്കവിടെ കാണാവുന്നതാണ്. എന്നോടൊപ്പം നിൽക്കുന്ന ഈ ഒരു കരടിക്കുട്ടനെ കണ്ടില്ലേ? ബെർലിൻ്റെ സിംബൽ എന്ന് പറയുന്നത് ഈ കരടിയാണ്.
ജർമ്മനിയിൽ കാണുന്ന ഒരു സാധാരണ കാഴ്ചയാണ് കേട്ടോ. ഇതുപോലത്തെ കലാകാരന്മാർ ഇതുപോലെ സ്ട്രീറ്റിൽ പാട്ട് പാടുകയും അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ പ്ലേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംതിങ് അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടിന് നൃത്തച്ചുവടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നിൽപ്പുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊരു സന്തോഷമല്ലേ. കുഞ്ഞുങ്ങൾ മാത്രമല്ല, വലിയ ആൾക്കാരും ചുവടുകളൊക്കെ വയ്ക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രാൻഡൻബർഗർ ഗേറ്റ്. ബെർലിനിലെ അല്ലെങ്കിൽ ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കാണ് ഈ ഒരു ഗേറ്റ്. എല്ലാ സന്ദർശകരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണിത്. ശീതയുദ്ധകാലത്ത് ജർമ്മൻ വിഭജനത്തിൻ്റെ പ്രതീകമായിരുന്നു ഈ ഒരു ഗേറ്റ്. അതിപ്പോൾ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദേശീയ പ്രതീകം കൂടിയാണ്. ഇവിടെ ഒരു റിക്ഷ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ആ ഒരു ബെർലിൻ TV ടവർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റെഡ് ലൈറ്റ് കത്തുന്നതാണ് ബെർലിൻ TV ടവർ. അപ്പോൾ 7 മണിക്ക് അവിടെയും ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അരങ്ങേറുന്നുണ്ട്. അപ്പോൾ ഏകദേശം 7 മണി ആകാറായി. ഇപ്പോൾ ഇവിടെ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. ധാരാളം ആൾക്കാരായി ഒരു ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. Yeah, where the museum it is. You have the park here, you have the river, you have the...
വളരെ നയന മനോഹരമായ ഒരു ദൃശ്യ വിരുന്ന കൂട്ടുകാരെ നമുക്ക് വേണ്ടി ഈ കലാകാരന്മാർ ഒരുക്കി തന്നത്. എനിക്കൊരുപാട് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ തീരുന്നില്ല. ഇവിടെ 11 മണി വരെ ഈ ഒരു ദൃശ്യ വിരുന്ന് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ദൃശ്യ വിരുന്ന് കണ്ടവർ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മളും ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇനി പോകുന്നത് ബീബൽ പ്ലാറ്റ്സിലേക്കാണ്. അപ്പോൾ പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു 3D പിക്ചറൊക്കെ നമ്മുടെ മുന്നിൽ അവർ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള പ്രത്യേക കലാകാരന്മാരാണ് ഈ ഒരു ദൃശ്യവിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബീബൽ പ്ലാറ്റ്സിലേക്ക് പോകാം. അവിടെ മറ്റൊരു തീമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ ദൃശ്യവിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ അതുമാത്രമല്ല, അവിടെ നിങ്ങൾക്കായിട്ട് ഞാൻ മറ്റൊരു കാഴ്ച കൂടി കാണിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അവിടുത്തെ ദൃശ്യവിരുന്നും അവിടുത്തെ ഒരു പ്രത്യേക കാഴ്ചയും കൂടി നിങ്ങളെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ. Hello. It's nice, something different about the song for you. Thank you so much for your support. I hope you like it. Thank you so much.